നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായിട്ട് ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സസ് 10 to 20 20 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു, എങ്കിലും അവസരം കിട്ടിയില്ല. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എങ്കിലും എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. ഫിലിപ്പ്യരെ സുവിശേഷ ഘോഷണത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ മക്കദോന്യയിൽ നിന്ന് പുറപ്പെട്ടാറെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു. തെസലോനിക്കയിലും എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നുവല്ലോ. ഞാൻ ദാനം ആഗ്രഹിക്കുന്നുവെന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം അത്രയും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എനിക്ക് വേണ്ടുന്ന എല്ലാം ഉണ്ട്, സമൃദ്ധിയായും ഇരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി എപ്പഫ്രായിത്തോസിൻ്റെ കൈയാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു വരും. നമ്മുടെ ദൈവവും പിതാവുമായവന് എന്നേക്കും മഹത്വം. ആമേൻ. ഫിലിപ്പിയ ലേഖനം, പ്രത്യേകിച്ച് 4-ാം അധ്യായം, നമുക്കെല്ലാം വളരെ പരിചയമുള്ളൊരു ഭാഗമാണ്. ഈ ഭാഗം ശരിയായിട്ടൊന്ന് വായിച്ച് ഒക്കെ ധ്യാനിച്ച് വന്നപ്പോൾ പൗലോസിനെ സഹായിച്ച ഫിലിപ്പിയരെ കുറിച്ച് അനേക കാര്യങ്ങൾ ഈ ഭാഗത്തുണ്ട്. അതൊന്ന് പറയണം എന്ന് എൻ്റെ മനസ്സിൽ പ്രകാശം തോന്നി. അതുകൊണ്ട് ഇന്ന് പൗലോസിനെ കുറിച്ചല്ല, പൗലോസിനെ കാരാഗൃഹത്തിൽ സാമ്പത്തികമായി സഹായിച്ച ഫിലിപ്പി വിശ്വാസികളെ കുറിച്ചാണ് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ഭാഗത്തു നിന്ന് നമുക്ക് അവർ ചെയ്ത ആ നല്ല പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്ന പല പാഠങ്ങൾ ഒന്ന് പെറുക്കിയെടുത്ത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി പറയണം എന്ന് ഞാൻ വിചാരിക്കുക. തിരുവെഴുത്തിൻ്റെ ഭാഗമായ ഇതിൽ തനിക്ക് കിട്ടിയ ഒരു കൂട്ടായ്മയെക്കുറിച്ച് ഇത്രയും വാക്യങ്ങൾ പൗലോസ് എഴുതി എന്നുള്ളത് ഒരു നിസ്സാര കാര്യമല്ല. വില്യം മാക്ഡൊണാൾഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ കമൻട്രിയിൽ ഈ ഭാഗത്തെക്കുറിച്ച് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. It is remarkable how these seemingly unimportant details are recorded forever in God's precious word. ദൈവത്തിൻ്റെ വിലയേറിയ വചനത്തിൽ ഈ കാശ് കൊടുത്ത ഈ വിഷയം, അതൊരു ചെറിയ കാര്യമാണല്ലോ, അതിനെക്കുറിച്ച് ഇത്രയും വലുതായിട്ട് പൗലോസ് രേഖപ്പെടുത്തി എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമായൊരു കാര്യമാണ്. This teaches us that what is given to the Lord's servants is given to the Lord. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവിൻ്റെ ദാസന്മാർക്ക് കൊടുക്കുന്നത് കർത്താവിന് കൊടുക്കുന്നതിന് തുല്യമാണ്. He is interested in every cent. കർത്താവിന് കൊടുക്കുന്ന അല്ലെങ്കിൽ കർത്താവിൻ്റെ ദാസന്മാർക്ക് കൊടുക്കുന്ന ഓരോ സെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഓരോ പൈസയിലും ദൈവം ശ്രദ്ധാലുവാണ്. He records all that is done as to him. ഈ ചെയ്തതെല്ലാം അവനായിട്ട് കർത്താവിനായിട്ട് ചെയ്തതായിട്ട് കണക്കാക്കി അത് മുഴുവനും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. And he rewards with good measure, pressed down, shaken together and running over. അങ്ങനെ ചെയ്ത എല്ലാ സഹായത്തിനും അമർത്തി കുലുക്കി വലിയ ഒരു പ്രതിഫലം ദൈവം നൽകും. അപ്പോൾ ഈ ഫിലിപ്പി ലേഖനത്തിൽ ഇത്രയും 8-10 വാക്യങ്ങൾ ഇവർ കൊടുത്തയച്ച ഈ കൂട്ടായ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇത്ര വിശദമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനാൽ പൗലോസ് എഴുതി എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് എന്നാണ് ആ ദൈവദാസൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ മുഖവരിയായിട്ട് ഈ ഭാഗം നന്നായിട്ട് മനസ്സിലാക്കാൻ 1-2 കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പൗലോസ് ഇപ്പോൾ കാരാഗൃഹത്തിലാണ്, നമുക്കെല്ലാവർക്കും അറിയാം. പൗലോസ് ജയിലിലാണ്. പൗലോസ് കാരാഗൃഹത്തിൽ ആയിരിക്കുമ്പോൾ ഫിലിപ്പിയിലുള്ള വിശ്വാസികൾ പൗലോസിന് ഒരു കൂട്ടായ്മ കൊടുത്തയച്ചു. സാമ്പത്തികമായ സഹായം, തൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ കൊടുത്തയച്ചു. അതിന് നന്ദി പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഗുണങ്ങൾ, വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചത്. പൗലോസ് ഇപ്പോൾ ആയിരിക്കുന്നത് റോമിലെ കാരാഗൃഹത്തിലാണ്.
ഫിലിപ്പിയ എന്ന് പറയുന്നത് 800 മൈലുണ്ട് ഫിലിപ്പിയിൽ നിന്ന് റോമിൽ പോകാൻ. അപ്പോൾ എപ്പഫ്രാദിത്തോസ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ വഴി ഈ 800 മൈൽ ദൂരത്തിൽ ഫിലിപ്പിയിൽ നിന്ന് റോമിലേക്ക് സഹായം കൊടുത്തു വിട്ടിരിക്കുകയാണ്. അത് കിട്ടിയിട്ട് അതിന് നന്ദി പറയുന്നതാണ് നമ്മൾ വായിച്ച ഈ ഭാഗം. താൻ പറയുമ്പോൾ അതിൻ്റെ 15-ാം വാക്യത്തിൽ ഞാൻ മക്കെദോന്യയിൽ നിന്ന് പുറപ്പെട്ടാറേ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവിതല കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു. മക്കെദോന്യ എന്ന് പറയുന്നത് ഗ്രീസിൻ്റെ വടക്ക് ഭാഗമാണ്. അഖായ എന്ന് പറയുന്നത് ഗ്രീസിൻ്റെ തെക്ക് ഭാഗമാണ്. നമ്മൾ വായിക്കുമ്പോൾ പലപ്പോഴും അഖായ പ്രദേശം, മക്കെദോന്യ പ്രദേശം എന്നൊക്കെ വായിക്കുമല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ഞാൻ പറഞ്ഞതാണ്. വടക്ക് ഭാഗം, ഗ്രീസിൻ്റെ വടക്കൻ ഭാഗമാണ് മാസിഡോണിയ അല്ലെങ്കിൽ മക്കെദോന്യ. അത് അവിടെ 3 പ്രധാന പട്ടണങ്ങളാണുള്ളത്: ഫിലിപ്പിയ, തെസ്സലോനിക്ക, ബെരോവ. അപ്പോൾ വടക്കൻ ഗ്രീസായ മക്കെദോന്യ പ്രദേശത്തെ 3 സഭകളാണ് തെസ്സലോനിക്ക, ഫിലിപ്പിയ, ബെരോവ. തെക്കൻ പ്രദേശമായ അഖായയിലെ 2 പ്രധാന സ്ഥലങ്ങളാണ് ഏഥൻസും കൊരിന്തും. കൊരിന്തും ഗ്രീസിൽ തന്നെയാണ്, പക്ഷേ തെക്ക് ഭാഗത്താണ്. ഫിലിപ്പി എന്ന് പറയുന്നത് വടക്ക് ഭാഗത്താണ്. ഇതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ഇനി പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നാം ഈ ഭാഗം പഠിക്കുമ്പോൾ വളരെ ഗൗരവമേറിയ നിലയിൽ കർത്താവിൻ്റെ വേലയിൽ പങ്കുവഹിക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതിനെക്കുറിച്ച് ഗൗരവമായ പല പാഠങ്ങൾ ഈ ഭാഗത്തുണ്ട്. പ്രിയ ബാബുസോരും പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നമ്മോട് സംസാരിക്കണമെന്നും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ഇന്നത്തെ വചന ശുശ്രൂഷ കൊണ്ട് ഇടയാകണമെന്നും പ്രിയ സഹോദരൻ പ്രാർത്ഥിച്ചു. എല്ലാ വചന ശുശ്രൂഷയിൽ അതാണ് നടക്കേണ്ടത്. ഇന്നും അത് തന്നെയാണ് നടക്കേണ്ടത്. ഈ ഭാഗത്തെക്കുറിച്ചൊരു പ്രസംഗം കേട്ടു പോകുക എന്നുള്ളതല്ല. ഈ ഭാഗത്ത് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മ സഹായത്തോടെ നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ കൊടുക്കലിൽ, പണത്തോടുള്ള നമ്മുടെ മനോഭാവത്തിൽ ഒരു വ്യത്യാസം വരണം. അത് ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയത്തിൽ പ്രവർത്തിച്ച് നാം അതിന് കീഴ്പ്പെട്ടാലേ അങ്ങനെ വരൂ. നമുക്കറിയാം, നമ്മുടെ കൊടുക്കൽ, വിശ്വാസികളുടെ സാധാരണഗതിയിലുള്ള കൊടുക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണഗതിയിലുള്ള കൊടുക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ സ്തോത്രകാഴ്ചയായിട്ട് ഇടും, അല്ലെങ്കിൽ സഭയിൽ അത് കൊടുക്കും. പിന്നെ സുവിശേഷകന്മാരെ ആരെങ്കിലും സഭയിൽ വെച്ചോ നമ്മുടെ വീടുകൾ വന്നോ കണ്ടാൽ നമ്മൾ അവർക്കൊരു കൂട്ടായ്മ കൊടുക്കും. ഇതോടെ മിക്ക വിശ്വാസികളുടെയും കൊടുക്കൽ തീർന്നു. കർത്താവിനവർ കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ട്. കിട്ടുന്നതിൻ്റെ ഒരു ഭാഗം സഭയിൽ അല്ലെങ്കിൽ സ്തോത്രകാഴ്ചയിൽ കൊടുക്കുന്നുണ്ട്. ദൈവദാസന്മാരെയൊക്കെ എവിടെയെങ്കിലും കാണുമ്പോൾ അവർക്കൊരു കൂട്ടായ്മ കൊടുക്കുന്നുണ്ട്. അതോടെ കൊടുക്കൽ തീർന്നു. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ 10-ാം വാക്യത്തിൽ നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. ഇവിടുത്തെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഓരോരോ പോയിന്റായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാര്യം ഗ്രഹിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. 10-ാം വാക്യത്തിൽ നാം കാണുന്ന പ്രധാന സത്യം, we should be concerned about the needs of others. മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ കുറിച്ച് വിചാരമുള്ളവരായിരിക്കണം എന്നാണ്. ഇംഗ്ലീഷിൽ ഈ വാക്ക് വിചാരം എന്നുള്ളത് കെയർ എന്നാണ് ചില തർജ്ജമകളിൽ, അല്ലെങ്കിൽ കൺസേൺ. നിങ്ങൾ പിന്നെയും എൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്താകുലപ്പെടുവാൻ, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ, അത് കരുതുവാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. അപ്പോൾ ഫിലിപ്പിയര് പൗലോസിന്റെ കാര്യം അവർക്കൊരു ചിന്താഭാരമായി, അവർക്കൊരു ചിന്താ വിഷയമായി. ദാറ്റ് ബിക്കെയിം എ മാറ്റർ ഓഫ് കൺസേൺ ഫോർ ദം. അതുകൊണ്ടാണ് അവർ ഈ കാര്യം ചെയ്തത്. നമ്മളും ഈ ഭാഗത്തു നിന്ന് പഠിക്കേണ്ട, പിൻപറ്റേണ്ട ഒരു കാര്യം, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ, അത് സുവിശേഷ വിലയാകട്ടെ, മറ്റ് ദരിദ്രരായ വിശ്വാസികളുടെ കാര്യമാകട്ടെ, മറ്റുള്ളവരുടെ കാര്യമാകട്ടെ, അവരുടെ ആവശ്യങ്ങൾ നമുക്ക് ഒരു ചിന്തയായിട്ട്, കൺസേൺ ആയിട്ട് വരണം. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നമ്മുടെ എല്ലാവരോടും ചോദിക്കുകയാണ്, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നമുക്കൊരു കൺസേൺ ആണോ? നമ്മൾ കൊടുക്കുന്നുണ്ടോന്നല്ല, കൊടുക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമ്മളെല്ലാവരും കൊടുക്കുന്നവരാ. എന്നാൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നമുക്കൊരു കൺസേൺ ആണോ? നമുക്കതൊരു ചിന്താഭാരമായിട്ടുണ്ടോ? ഈ ഫിലിപ്പിയർ കാണിച്ച ഈ ചിന്താഭാരം നമുക്ക് സുവിശേഷ വിലയെക്കുറിച്ചും മറ്റ് ആവശ്യങ്ങളിലിരിക്കുന്ന വിശ്വാസികളെക്കുറിച്ചും ഉണ്ടോ? അതൊരു ചിന്താഭാരമാണോ നമുക്ക്?
ഇന്ന വീട്ടിലെ പാവപ്പെട്ട വീട്ടിലെ പെങ്കൊച്ചൻ്റെ കല്യാണമാണ്. കല്യാണമാണ്, അവരെങ്ങനെയും നടത്തും, കടമെടുത്തും എങ്ങനെയും അവർ നടത്തും, അത്രയേ ഉള്ളൂ. ഈസ് ഇറ്റ് എ മാറ്റർ ഓഫ് കൺസേൺ ഫോർ അസ്? നമുക്കത് ചിന്താകുലമാണോ? അയ്യോ, അവിടുത്തെ കല്യാണം അവരെങ്ങനെ നടത്തും, എന്തോ ചെയ്യാൻ പറ്റും, എനിക്ക് മുഴുവനൊന്നും ചെയ്യാൻ പറ്റുകയില്ല, എന്നാലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇത് ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? ബാക്കിയുള്ളവരുടെ ആവശ്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ അവർ നോക്കിക്കോളൂ. ഇപ്പം നമ്മളെന്നാ ചെയ്യാനാ? നമ്മൾ കൊടുക്കുന്നുണ്ട്, എവിടെ കൊടുക്കുന്നുണ്ട്? സ്തോത്രാഴ്ച ഇടുന്നുണ്ട്, ഉപദേശമാർക്ക് കൂട്ടായ്മ കൊടുക്കുന്നുണ്ട്. ഇത് കൂടുതൽ ഇപ്പം നമ്മളെന്തോ ചെയ്യാനാ? ഇതാണ് മിക്ക വിശ്വാസികളുടെയും അനുഭവം. പൗലോസ് പറയാണ്, നിങ്ങൾ എന്നെക്കുറിച്ച് കൺസേൺഡ് ആയിരിക്കുക, നിങ്ങൾ എന്നെക്കുറിച്ച് ചിന്താകുലമുള്ളവരായിരിക്കുക. ഇവര് നേരത്തെയും കൊടുത്തതാ. അതിവിടെ പ്രത്യേകം പൗലോസ് എടുത്തു പറയുന്നുണ്ട്. വരവിതലവ് കാര്യത്തിൽ ഞാൻ മക്കെദോന്യയിൽ നിന്ന് പുറപ്പെട്ടാരെ നിങ്ങളല്ലാതെ വേറെ ആരും കൂട്ടായ്മ കാണിച്ചില്ല. അതിന്റെ അർത്ഥം മറ്റുള്ളവർ കൂട്ടായ്മ കാണിക്കാതിരുന്നപ്പോഴും ഇവര് കാണിച്ചു എന്നല്ലേ? 2 കൊരിന്ത്യർ 11:9 നോക്കിക്കേ. അവിടെ പൗലോസ് പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 11:9. നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ മുട്ടുണ്ടായാറെ ഞാൻ ഒരുത്തനെയും ഭാരപ്പെടുത്തിയില്ല. പൗലോസ് കൊരിന്ത്യരോട് പറയുക. മക്കെദോന്യ എന്ന് പറഞ്ഞാൽ ഫിലിപ്പയും മക്കെദോന്യയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ വായിക്കാം, ഫിലിപ്പിയിൽ നിന്ന് വന്ന സഹോദരന്മാർ അത്രേ എൻ്റെ മുട്ട് തീർത്തത്. അപ്പോൾ ഇത് ആദ്യമായിട്ടല്ല പൗലോസിന്റെ ഈ ബുദ്ധിമുട്ടിൽ ഫിലിപ്പിയര് സഹായിക്കുന്നത്. അവര് നേരത്തെയും സഹായിച്ചിട്ടുണ്ട്. 16-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ 1-2 വട്ടം എൻ്റെ മുട്ട് തീർപ്പാൻ സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ നേരത്തെയും സഹായിച്ചിട്ടുണ്ട്, ഇപ്പൊ പിന്നെ സഹായിക്കുക. അതെന്താ ഇപ്പൊ പിന്നെ സഹായിക്കാൻ കാരണം? നിങ്ങൾക്ക് ചിന്താകുലമുണ്ടായി. യു വർ കൺസേൺഡ് അബൌട്ട് മൈ സിറ്റുവേഷൻ. എൻ്റെ സഹോദരന്മാരെ, സുവിശേഷ വേലയിലോ അല്ലാതെയോ ഉള്ള ആവശ്യങ്ങൾ ഇരിക്കുന്ന സഹോദരന്മാരെ കുറിച്ച് we should become concerned about them. നമ്മൾ അവരെ കുറിച്ച് ചിന്താഭാരമുള്ളവരാകണം. ചിന്താകുലം എന്ന് പറഞ്ഞാൽ ആകുലമല്ല, കൺസേൺ ഫോർ ദം. അവരുടെ ആവശ്യങ്ങളെ കുറിച്ചുള്ള ഒരു ചിന്താഭാരം നമ്മെ ഭരിക്കണം. അങ്ങനെ ഒരു ചിന്താഭാരം നമുക്കുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ ഫിലിപ്പിയർക്ക് വേറെ പല സഭകൾക്കും ഈ ഭാരം ഉണ്ടായില്ല. പൗലോസ് അവർക്കൊക്കെ വേണ്ടി ശുശ്രൂഷ എഴുതിയ ആളാണ്, പക്ഷെ അവരാരും ഈ ഭാരം എടുത്തില്ല. എന്നാൽ ഫിലിപ്പിയർക്ക് ഈ ഭാരം ഉണ്ടായി. ഞാൻ വിചാരിക്കുന്ന അതിൻ്റെ ഒരു കാരണം, ദൈവത്തോട് ഏറ്റവും അടുത്ത് ജീവിക്കുന്നവർക്ക് മാത്രമേ ഈ ഭാരം ഉണ്ടാവുള്ളൂ. You become sensitive to the needs of others only when you live close to God. ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നവർക്ക് മാത്രമേ ദൈവ ശബ്ദം കേൾക്കാനൊക്കെയുള്ളൂ. ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നവര് ദൈവമക്കളുടെ ആവശ്യങ്ങൾ വരുമ്പോൾ ദൈവം അവരോട് സംസാരിക്കുന്നത് അവർക്ക് സെൻസ് ചെയ്യും. എന്തുകൊണ്ടാണ് നമ്മിൽ പലർക്കും സെൻസ് ചെയ്യാത്തത്? എന്തെല്ലാം ആവശ്യം എവിടെല്ലാം കിടക്കുന്നു നമുക്കറിയാം. എന്തുകൊണ്ടാണ് അനേകർക്കും അത് സെൻസ് ചെയ്യാത്തത്? അനേകരും അതിനെക്കുറിച്ച് ബോധവാന്മാരാകാത്ത എന്തുകൊണ്ടാണ്? ദൈവം പറയുന്നത് കേൾക്കാനൊക്കുന്നില്ല. ദൈവത്തോട് അടുത്ത് ജീവിച്ചാലേ ദൈവത്തിന്റെ പ്രോംപ്റ്റിങ്സ്, അവന്റെ ആത്മാവിന്റെ പ്രേരണ, കുത്തൽ നമുക്ക് തോന്നുകയുള്ളൂ. ഞാൻ ഞായറാഴ്ച വന്ന് അപ്പം മുറിച്ച് മാത്രം പോകുന്ന ആളാണെങ്കിൽ എനിക്ക് തോന്നുകയല്ല. ആർക്ക് ആവശ്യമുണ്ട്? എനിക്കിപ്പോൾ തന്നെ അതൊക്കെ ദൈവം എങ്ങനെയൊക്കെ നിറവേറ്റിക്കൊള്ളും. എന്നാൽ ഞാൻ ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നവനാണെങ്കിൽ ദൈവത്തിന്റെ പ്രോംപ്റ്റിങ്സ്, ദൈവത്തിന്റെ പ്രേരണകൾ എൻ്റെ ഉള്ളിൽ സെൻസ് ചെയ്യാൻ എനിക്ക് സാധിക്കും. ഫിലിപ്പിയര് അങ്ങനെ ദൈവത്തോട് അടുത്ത് ജീവിതവരായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് മറ്റനേകർക്കും ഈ ചിന്താകുലം ഉണ്ടാകാതിരുന്നപ്പോഴും ഫിലിപ്പിയർക്ക് ഈ ചിന്താകുലം ഉണ്ടായി. അപ്പോൾ നാം 10-ാം വാക്യത്തിൽ നിന്ന് പഠിക്കുന്ന ഒന്നാമത്തെ പാഠം, നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരപ്പെടാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, we should be concerned about the needs of others. മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ കുറിച്ച് ചിന്താകുലമുള്ളവരായി നാം ഇരിക്കണം. നമ്മളെ പ്രാർത്ഥനയിൽ ഓർത്ത പോലെ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുമെങ്കിൽ ആ ചിന്താകുലം നമ്മുടെ മനസ്സിൽ വരും. ആ ചിന്താകുലം വരുമ്പോൾ അത് സംബന്ധിച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് നമുക്ക് തോന്നും. അത് സംബന്ധിച്ച് ചെയ്യണം എന്ന് തോന്നുമ്പോൾ അത് ചെയ്യാനുള്ള വഴിയും മാർഗവും ദൈവം ഉണ്ടാക്കും. പൗലോസ് പറയാണ്, നിങ്ങൾ എന്നെ കുറിച്ച് വിചാരിക്കുന്നതിൽ, കൺസേൺഡ് ആയതിൽ, യു ആർ കെയർഫുൾ അബൌട്ട് മൈ നീഡ്.
എനിക്ക് വളരെ സന്തോഷമാണ്. ഫിലിപ്പി ലേഖനത്തിൽ തന്നെ 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഓരോരുത്തൻ 2:3 ഒടുവിലത്തെ ഭാഗം, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. ഇന്ന് രാവിലെ പ്രിയ സഹോദരൻ വായിച്ചൊരു വാക്യമാണ് നമ്മെ ഓർപ്പിക്കുന്നതാണ്. കർത്താവായ യേശു സമ്പന്നനായിരുന്നിട്ടും തന്റെ ദാരിദ്ര്യത്താൽ നമ്മെ സമ്പന്നരാക്കേണ്ടതിന് നമ്മുടെ ഗുണം നോക്കി അവൻ ദരിദ്രനായി തീർന്നു. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. തിമോഥെയോസ് ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, സ്വന്തം കുടുംബത്തിന് വേണ്ടി കരുതാത്തവൻ അധമനാണ്. അല്ലെ? സ്വന്തം കുടുംബത്തിന് വേണ്ടി കരുതാതെ കിട്ടുന്ന കാശ് മുഴുവൻ അതിലെതിരെയൊക്കെ കൊടുത്ത് നടക്കുന്നത് ശരിയായൊരു കാര്യമല്ല. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ് സ്വന്തം കുടുംബത്തിന് വേണ്ടി കരുതണം. പക്ഷേ സ്വന്തം കുടുംബത്തിന് വേണ്ടി മാത്രം കരുതരുതെന്ന ഈ വാക്ക്. സ്വന്തം കുടുംബത്തിന് വേണ്ടി കരുതണം, പക്ഷെ സ്വന്തം ഗുണം മാത്രമല്ല മറ്റുള്ളവരുടെ ഗുണവും കൂടെ നോക്കണം. ഈ 2-ാം അധ്യായത്തിൽ 21-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, യേശുക്രിസ്തുവിന്റെ കാര്യമല്ല സ്വന്തം കാര്യം അത്രേ എല്ലാരും നോക്കുന്നു. ഈ വാക്യം വായിക്കുമ്പോൾ സങ്കടം വരും. യേശുക്രിസ്തുവിന്റെ കാര്യമല്ല, എല്ലാവരും സ്വന്തം കാര്യം നോക്കും. പൗലോസ് പറയാണ് ദുഃഖത്തോടെ, താൻ നേരത്തെ പറഞ്ഞു സ്വന്തം ഗുണം മാത്രം നോക്കിയാൽ പോരാ. തിമോഥെയോസ് പറഞ്ഞു വീട്ടുകാര്യം നോക്കണം, വീട്ടിലുള്ളവരുടെ കാര്യമൊക്കെ നോക്കണം. എന്നാൽ വീട്ടിലുള്ളവരുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. ഇവിടെ ഇവര് പറയുന്നുണ്ട്, ഫിലിപ്പിന് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു, മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു. 10-ാം വാക്യം പൗലോസ് പറയാണ്, മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു, എങ്കിലും അവസരം കിട്ടിയില്ല. എന്തുകൊണ്ടോ അവർക്കതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 6:10 പറയുന്നുണ്ട്. എന്താ ഗലാത്യർ 6:10 പറയുന്നത്? അവസരം കിട്ടുമ്പോൾ എല്ലാവർക്കും, പ്രത്യേകിച്ച് സഹവിശ്വാസികൾക്കും നന്മ ചെയ്യണം. 6:10 ഒടുവിൽ 6:10 ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യണം. ഇവര് പറയാണ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അവസരം കിട്ടിയില്ല. അത് പൗലോസ് പറയാ. എന്നാൽ അവസരം കിട്ടിയപ്പോൾ അവരവസരം മുതലാക്കി. ഗ്രാബ് ദി ഓപ്പർച്യൂണിറ്റി ദാറ്റ് ഗോഡ് ഗിവ്സ് യു. ദൈവം മറ്റുള്ളവരെ സഹായിക്കുവാൻ, കൈത്താങ്ങൾ നൽകുവാൻ നമുക്ക് അവസരം തരുമ്പോൾ, എങ്ങനെ അവസരം തരുന്നേ? ആ ആവശ്യങ്ങൾ നമ്മൾ അറിയാനിടയാണ്. അല്ലേ? അതല്ലേ അവസരം കിട്ടുന്നത്. ആ ആവശ്യം അറിയാനിടയാണ്. അത് ശരിയായ ആവശ്യമാണ് നമുക്ക് ബോധ്യപ്പെടും. നമ്മുടെ കയ്യിൽ അതിനുള്ള പണം ദൈവം നൽകും. അങ്ങനെ അവസരം കിട്ടുമ്പോൾ സകല വിശ്വാസികൾക്കും, സകലർക്കും, പ്രത്യേകിച്ച് സഹവിശ്വാസികൾക്ക് നമ്മൾ നന്മ ചെയ്യണം. അതാണ് 10-ാം വാക്യം. നിങ്ങൾ എനിക്ക് വേണ്ടി വിചാരപ്പെടുന്നു. നമ്മൾ പഠിക്കുന്ന പാഠം മറ്റുള്ളവർക്ക് വേണ്ടി വിചാരപ്പെടുന്നവരായി നാം ഇരിക്കണം. രണ്ടാമത് ഇവിടെ പഠിക്കുന്ന പാഠം 14-ാം വാക്യത്തിലുണ്ട്, എങ്കിലും എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. അതിൻ്റെ 15-ാം വാക്യത്തിൻ്റെ ഒടുവിൽ, വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങൾ പറയുന്നു മറ്റുള്ളവർ. തെസ്സലോനിക്കയിൽ എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ച് തന്നുവല്ലോ. ഇവിടെ പൗലോസ് പറയുന്നത്, എൻ്റെ ബുദ്ധിമുട്ടിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് വളരെ നന്നായി. ഇതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ അങ്ങനെ കാണിച്ചതിൽ ഞാൻ സന്തോഷിച്ചു എന്ന് പറയുന്നുണ്ട്. 10-ാം വാക്യം കണ്ടോ? നിങ്ങൾ എന്നെക്കുറിച്ച് വിചാരപ്പെട്ടതിൽ ഞാൻ സന്തോഷിച്ചു. പിന്നെ 14-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ എൻ്റെ കഷ്ടതയിൽ കൂട്ടായ്മ കാണിച്ചത് നന്നായി. നാം ഇവിടുന്ന് പഠിക്കുന്ന ഒരു പാഠം, ഷെയറിങ് ഇൻ ദ ഡിസ്ട്രെസ് ഓഫ് അതേഴ്സ് ബ്രിങ്സ് ഗ്രേറ്റ് റിലീഫ് ആൻഡ് ജോയ്. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളിൽ, ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുന്നത് വലിയ ആശ്വാസവും സന്തോഷവും അവർക്ക് വരുന്നു.
ആവശ്യങ്ങളിൽ ഇരിക്കുന്നവരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുമ്പോൾ പൗലോസ് 2 കാര്യം പറഞ്ഞു. ഞാൻ വളരെ സന്തോഷിച്ചു. ഫിലിപ്പിയരുടെ ഈ പ്രവൃത്തിയിൽ ഞാൻ വളരെ സന്തോഷിച്ചു. പിന്നെ അതിന്റെ താഴെ താൻ പറയുകയാണ്, അത് വളരെ നന്നായി. ഷെയറിംഗ് ഇൻ ദ ഡിസ്ട്രസ് ഓഫ് അതേഴ്സ് ബ്രിങ്സ് ഗ്രേറ്റ് റിലീഫ് ആൻഡ് ജോയ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുന്നത് വളരെ ആശ്വാസവും സന്തോഷവും വരുത്തുന്ന കാര്യമാണ്. പൗലോസ് പറയാണ്, നിങ്ങൾ ചെയ്തത് വളരെ നന്നായി. നിങ്ങൾ ചെയ്തതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളത് മനസ്സിലാക്കാറുണ്ടോ? നമുക്കതൊന്നുമില്ല, ചെറിയ സഹായമായിരിക്കും. പക്ഷേ ആ കിട്ടുന്ന ആൾക്ക്, കിട്ടുന്ന ഇടത്ത് അത് എത്രയോ വലിയ സഹായമാണ്. തുക ചെറുതായിരിക്കും, നമുക്കത് വളരെ ചെറുതായിരിക്കും. പക്ഷേ കിട്ടുന്ന ആൾക്ക്, നമുക്കറിയാം, നമ്മൾ സഭയായിട്ടും അല്ലാതെയൊക്കെ പല സഹോദരന്മാർക്കൊക്കെ സഹായം അയച്ചു കൊടുക്കുമ്പോൾ അവരയക്കുന്ന ചില മറുപടികൾ, നമ്മുടെ സഭയിലോട്ട് അയക്കുന്ന ചില മറുപടികളിൽ ഇതുണ്ട്. ഞാൻ ഏറ്റവും ആവശ്യത്തിൽ ഇരുന്നപ്പോഴാണ് ഇത് കിട്ടിയത്. പ്രിയപ്പെട്ടവരെ, നാം ചെയ്യുന്ന സഹായം മറ്റുള്ളവർക്ക് വളരെ സന്തോഷം തരും. മാത്രമല്ല അത് വളരെ നന്നായി എന്ന് പറയത്തക്കവണ്ണം വളരെ മെച്ചമായ ഉന്നതമായ ഒരു കാര്യമാണ് നാം ചെയ്യുന്നത്. നമുക്കത് വലുതല്ലായിരിക്കാം, പക്ഷേ ലഭിക്കുന്നവർക്ക് അത് വളരെ വലിയ സഹായമായിട്ട് പരിണമിക്കും. നമ്മളത് ഓർക്കണം. മൂന്നാമതായിട്ട് അതിൻ്റെ 15-ാമത്തെ വാക്യം നോക്കുക. 15-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എൻ്റെ അവിടെ ഒരു വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം, കൂട്ടായ്മ. 14-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. പിന്നെ 15-ൽ വീണ്ടും പറയുന്നുണ്ട് കൂട്ടായ്മ. അതിൻ്റെ 1:5 ഫിലിപ്പിയർ 1:5 ആ കൂട്ടായ്മ എന്നുള്ള വാക്കുണ്ട്. സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ. കൂട്ടായ്മ എന്നുള്ള വാക്ക് ഈ കോണ്ടെക്സ്റ്റിൽ തന്നെ 3 പ്രാവശ്യം പൗലോസ് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നാം പഠിക്കുന്ന ഒരു പാഠം, God expects us to enter into partnership in the work of the Lord. കർത്താവിൻ്റെ വേലയിൽ, സുവിശേഷ ഘോഷണത്തിൽ പങ്കുവഹിക്കുവാൻ നമ്മെ എല്ലാവരെയും കുറിച്ച് ദൈവം പ്രതീക്ഷിക്കുന്നു. നാം എല്ലാവരും കർത്താവിൻ്റെ വേലയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ പങ്കുവഹിക്കണം. 3 പ്രാവശ്യം കൂട്ടായ്മ 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 എന്നുള്ള വാക്ക് പൗലോസ് ഉപയോഗിക്കുകയാണ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ നാം കൂട്ടായ്മ കാണിക്കണമെന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു. God expects us to enter into partnership in the work of the Lord. കർത്താവിൻ്റെ വേലയിൽ കൂട്ടായ്മ ഇവർ കാണിച്ചു. പൗലോസ് വീണ്ടും വീണ്ടും കൂട്ടായ്മ എന്നുള്ള വാക്ക് പറയാണ്. സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചു, എൻ്റെ ബുദ്ധിമുട്ടിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചു. നമ്മളും മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ വേലയിൽ കൂട്ടായ്മ കാണിക്കുന്നവർ ആയിരിക്കണം. ഇനി ഇതിൻ്റെ 4-ാമത്തെ കാര്യം, ഇതിൻ്റെ 16-ാം വാക്യം നോക്കുക. എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നുവല്ലോ. എന്താ ഇവിടെ നമ്മൾ പഠിക്കുന്ന പാഠം? We all have the capacity to provide for the needs of others. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് തീർക്കാനുള്ള കപ്പാസിറ്റി, കഴിവ് നമുക്കെല്ലാവർക്കും ഉണ്ട്. ചിലപ്പോൾ ചിലർ ഇത് കേട്ടിട്ട് അവിടെ ഇരുന്ന് പറയും, പക്ഷെ എനിക്കത്രയും കഴിവൊന്നുമില്ലെന്ന്. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ട്, അതിന് മറുപടി പുറകെ വരുന്നുണ്ട്. നിങ്ങളുടെ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് തീർപ്പാൻ നമുക്കെല്ലാവർക്കും കഴിയുമെന്ന് ഞാൻ പറഞ്ഞല്ലേ. അപ്പോൾ ചിലർ മനസ്സിൽ പറയും, മിക്കവർക്കും കഴിയുമായിരിക്കും, പക്ഷെ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. ഫിലിപ്പിയർക്ക് കഴിയുമെങ്കിൽ നമുക്കും കഴിയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ? 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് എടുത്തേ. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. സഹോദരന്മാരെ, മക്കെദോന്യ സഭകൾക്ക് ഏതായി മക്കെദോന്യ സഭകൾ? മക്കെദോന്യ സഭകൾ എന്ന് പറഞ്ഞാൽ ഏതാ? 3 സഭയാ. തെസ്സലോനിക്ക, ഫിലിപ്പിയ, ബെറിയ. മക്കെദോന്യ സഭ എന്ന് പറയുന്നത് ഫിലിപ്പിയ സഭ ഉൾപ്പെടെയാ. ആട്ടെ, മക്കെദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഇനി ഒന്ന് വായിച്ചു നോക്കണേ. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. അപ്പോ ഫിലിപ്പിയ സഭയുടെ അവസ്ഥ എന്താ? ഈ പറയുന്നത് പൗലോസിനെ സഹായിച്ച കാര്യമല്ല. ഈ പറയുന്നത് യെരുശലേമിലെ പാവപ്പെട്ട യഹൂദ വിശ്വാസികൾക്ക്
റിലീഫ് ഫണ്ട് കളക്ട് ചെയ്ത കാര്യമാണ് ഈ പറയുന്നത്. എന്നാൽ ആളുകൾ സെയിമാണ്. ഏത്? പൗലോസിനെ സഹായിച്ച ഫിലിപ്പി സഭ തന്നെയാണ് 8:1 പറഞ്ഞിരിക്കുന്ന കൂട്ടര്. അവരുടെ അവസ്ഥ നോക്കിക്കേ. കഷ്ടത എന്ന കഠിന ശോധന. പക്ഷെ അവരെന്ത് കാണിച്ചു? പിന്നെ അതിന്റെ താഴെ പറയാണ് മഹാദാരിദ്ര്യം. കഷ്ടത എന്ന കഠിന ശോധനയും മഹാദാരിദ്ര്യമുള്ളവരെ അവര് ധാരാളം ഔദാര്യം കാണിച്ചു. ഇനി നിങ്ങൾ പറഞ്ഞേ, നമുക്ക് ഔദാര്യം കാണിക്കാൻ പറ്റുമല്ലോ? കഷ്ടത എന്ന കഠിന ശോധനയിലും മഹാദാരിദ്ര്യത്തിലും ഇരിക്കുന്ന എത്ര പേര് എൻ്റെ വാക്ക് കേൾക്കുന്നവരിലുണ്ട്? കഷ്ടത എന്ന കഠിന ശോധന, മഹാദാരിദ്ര്യം. ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര പേര് ആ കാറ്റഗറിയിൽപ്പെട്ടവരാണ്? ആരുമല്ല. ബുദ്ധിമുട്ടുള്ളവർ കാണും, വൈഷമ്യമുള്ളവർ പലരും കാണും, അത് നമുക്കറിയാം. എന്നാൽ ഫിലിപ്പിയരുടെ ഈ അവസ്ഥയുള്ള ആരും ഈ ഹോളിൽ ഇരിപ്പില്ല. ആ ഫിലിപ്പിയർ എന്ത് ചെയ്തു? ആ ഫിലിപ്പിയര് പൗലോസ് കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ പൗലോസിന്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ അയച്ചു. അതുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ്, ഫിലിപ്പിയർക്ക് അയക്കാമെങ്കിൽ നമുക്ക് അയക്കാം. കഷ്ടത എന്ന കഠിന ശോധനയിലും മഹാദാരിദ്ര്യത്തിലും ഇരിക്കുന്ന മക്കദോന്യ സഭകൾക്ക് അത് ചെയ്യാമെങ്കിൽ അത്രയും കഷ്ടതയൊന്നും ഇല്ലാത്ത, മഹാദാരിദ്ര്യത്തിലല്ലാത്ത നമുക്ക് എത്രയോ അധികമായി അത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നാം എന്താ 4ാമത്തെ പാഠമായിട്ട് പഠിച്ചത്? We all have the capacity to provide for the needs of others. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ, പൗലോസിന്റെ ഭാഷയിൽ ബുദ്ധിമുട്ട് തീർക്കുവാൻ നമുക്കെല്ലാവർക്കും കഴിവുണ്ട്. ചിലർക്ക് 500 രൂപ കൊടുക്കാനേ കഴിവുള്ളൂ, ചിലർക്ക് 50,000 കൊടുക്കാൻ കഴിവുള്ളൂ. എത്ര എമൗണ്ട് ആണെന്ന് പറയാം. നിങ്ങൾ സ്കൂളിൽ പഠിച്ചു കാണും, ഞാൻ പഠിച്ചു ഓർക്കുന്നു. പുരാണങ്ങളിലെ ഏതോ ഒരു കഥയാണെന്ന് തോന്നുന്നു. ഒരിക്കൽ ഒരു ഡാം പണിയുമ്പോൾ ഒരു സ്ക്വിറൽ, അണ്ണാൻ അതിൽ പങ്കെടുത്ത കാര്യം. ഡാം പണിയാൻ വളരെ മണ്ണ് വേണം ഡാം കെട്ടാനായിട്ട്. അപ്പോൾ ഈ അണ്ണാൻ ആ നദിയുടെ കരയിൽ പോയി ആ മണ്ണിൽ കിടന്നിങ്ങനെ ഉരുളുമ്പോൾ അതിൻ്റെ മേത്ത് കുറച്ച് മണ്ണ് പറ്റും. എന്നിട്ട് ആ മണ്ണ് ഈ ഡാം കെട്ടുന്നിടത്ത് കൊണ്ട് കുടഞ്ഞു കളയും. പിന്നെയും പോയി മേത്ത് മണ്ണ് പറ്റിക്കും. അതിൻ്റെ പാഠത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയുണ്ട്. അണ്ണാറക്കണ്ണനും തന്നാലാവത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കും. അണ്ണാൻ കൊടുക്കുന്ന മണ്ണ് ഡാം പണിയാൻ വല്ലതും ആകുമോ? പക്ഷെ അണ്ണാറക്കണ്ണനും തന്നാലാവത് ചെയ്യുക, ആ മണ്ണ് കൊണ്ട് കുടഞ്ഞ് ഡാം പണിയിൽ സഹായിക്കുക. പിന്നെ പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും ഇത് സാധിക്കും. ഒത്തിരി കൊടുത്തോ, വലിയ എമൗണ്ട് കൊടുത്തോ, 1 ലക്ഷം കൊടുത്തോ എന്നുള്ള അല്ല വിഷയം. സുവിശേഷ ഘോഷണത്തിൽ കൂട്ടായ്മ, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് തീർക്കുവാൻ. We all have the capacity to provide for the needs of others. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് തീർക്കുവാൻ ഫിലിപ്പിയർക്കുണ്ടായിരുന്ന പോലെ നമുക്കെല്ലാവർക്കും കഴിവുണ്ട്. ഇനി 5ാമത്തെ പാഠം പൗലോസ് പറയാണ്, ഞാൻ നിങ്ങളുടെ സഹായം ആഗ്രഹിക്കുന്നു എന്നല്ല. 17ാം വാക്യം, ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം അത്രേ ആഗ്രഹിക്കുന്നത്. ഫലം എന്നിവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് പലിശ എന്നും തർജ്ജമ ചെയ്യാവുന്ന വാക്കാണ്. അപ്പോൾ പലിശയോടുകൂടിയ വരുമാനം. എന്താ നമ്മൾ അവിടെ പഠിക്കുന്ന പാഠം? അവർ ഗിഫ്റ്റ്സ് വിൽ ഫെച്ച് ഇറ്റേണൽ റിവാർഡ്സ്. നമ്മുടെ സഹായം നിത്യമായ ഫലം, പ്രതിഫലം നമുക്ക് കൊണ്ടുതരുന്നു. പൗലോസിന്റെ അവിടുത്തെ പ്രയോഗം ഒന്ന് ശ്രദ്ധിക്കണേ. അവിടെ പറയുന്നത് നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം കിട്ടും. നമുക്കറിയാം, ലോകത്തിലെ കണക്കിൽ നാം ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആകുക. ഡെബിറ്റ്, ക്രെഡിറ്റ് എല്ലാവർക്കും അറിയാമല്ലോ. ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോവുക, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ കൂട്ടുക. ഞാൻ ഒരാൾക്ക് 10,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കൊടുത്താൽ 10,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ കുറയുകയും കിട്ടുന്ന ആളുടെ അക്കൗണ്ടിൽ 10,000 രൂപ ക്രെഡിറ്റ് ആകുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ സ്വർഗത്തിലെ എക്കണോമി അനുസരിച്ച് ഞാൻ 10,000 രൂപ കൊടുത്താൽ ആ 10,000 രൂപയും അതിൻ്റെ പലിശയും എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുക. ഇത് എത്ര വിശ്വാസികൾ മനസ്സിലാക്കിയിട്ടുണ്ട്? അയ്യോ, ഞാൻ കൊടുത്താൽ
തീർന്നു പോകും. എൻ്റെ മോളെ ഇനി എങ്ങനെ കെട്ടിക്കും, എൻ്റെ കൊച്ചിൻ്റെ ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞിരിക്കുക ആളുകൾ. സ്വർഗത്തിലെ കണക്ക് എന്താണെന്നറിയാമോ? നീ 10,000 രൂപ കൊടുക്കുമ്പോൾ നിന്റെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആകുകയല്ല, നിന്റെ അക്കൗണ്ടിൽ 10,000 രൂപ പ്ലസ് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആകുക. അതാ പൗലോസ് പറയുന്നത്. അന്ന് കണക്കിൽ ഉപയോഗിച്ചിരുന്ന പദങ്ങളാണ്, അക്കൗണ്ടിൽ ഉപയോഗിച്ചിരുന്ന പദങ്ങളാണ് ഇതിന്റെ മൂലഭാഷയിൽ പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. When you give to others, that amount added with compound interest will be credited to your account. നമ്മുടെ അക്കൗണ്ടിൽ പലിശ സഹിതം കാശ് വരുന്ന എല്ലാവർക്കും ഇഷ്ടം അല്ലേ? അതിനൊരു മാർഗം, കൊടുക്കാവുന്നത്രയും കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ നിന്റെ അക്കൗണ്ടിലേക്ക് അത് ഡെബിറ്റായി ഇല്ലാതെ പോവുകയല്ല, നിന്റെ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റായിട്ട് വരും. പ്രിയപ്പെട്ടവരെ, നാം ഇവിടെ വായിക്കുന്നു, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം കിട്ടും. ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് പറയട്ടെ. ഈ ഭൂമിയിൽ ഒത്തിരി കിട്ടും എന്നുള്ളതിനേക്കാൾ ഈ ഭൂമിയിൽ ദൈവം നമുക്ക് നൽകും, നമ്മൾ കൊടുത്താൽ ദൈവം നമുക്ക് നൽകും. നിത്യതയിൽ നമുക്ക് വളരെ ഫലം കിട്ടും. സ്വർഗത്തിൽ നിക്ഷേപം ശേഖരിക്കുന്ന കാര്യം തിരുവഴുത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിൽ, സമയമില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന വാക്യമാണ്. അവിടെ പറഞ്ഞിട്ടുണ്ട്, നിത്യജീവനെ പിടിച്ചുകൊള്ളുന്ന പിന്നെ വരും കാലത്തേക്ക് നല്ലൊരടിസ്ഥാനം ഇടാൻ പറ്റും. 1 തിമോത്തി 6:19. ദാനശീലനും ഔദാര്യശീലനുമാണ് നീ എങ്കിൽ വരുംകാലത്തേക്ക്, ഏതായി വരുംകാലം? നിത്യത. നിത്യതയിലേക്ക് നിനക്ക് എന്ത് സാധിക്കും? നല്ലൊരു അടിസ്ഥാനം ഇടാൻ സാധിക്കും. അവിടെ അടിസ്ഥാനം ഇടുക, നിത്യതയിലേക്ക് കൂട്ടിവെക്കുക എന്ന് പറയുന്നത് നിക്ഷേപം, മലയാളത്തിൽ നിക്ഷേപം എന്നുള്ള വാക്കുണ്ട്. നിക്ഷേപം കൂട്ടിവെക്കുന്ന കാര്യമാണ്. നാം ദാനശീലനും ഔദാര്യമുള്ളവരുമായി തീരുമ്പോൾ നിത്യതയിൽ നമ്മുടെ നിക്ഷേപം കൂടുകയാണ്. അതാണ് പൗലോസ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നമുക്ക് ദൈവം തരുമെന്നുള്ളത് ശരിയാണ്, എന്നാൽ അതിനേക്കാൾ ഉപരിയായി നിത്യതയിൽ കർത്താവിന്റെ നാമത്തിൽ ഇന്ന് നാം ചെയ്യുന്ന ഏത് കാര്യത്തിനും നിത്യതയിൽ നമുക്ക് പ്രതിഫലമുണ്ടാകും. ലൂക്കോസ് 14 കർത്താവ് പറഞ്ഞു, വിശദീകരിക്കാൻ സമയമില്ല, അനീതിയുള്ള മാമനെ കൊണ്ട് സ്നേഹിതരെ ഉണ്ടാക്കിക്കൊള്ളു. ഈ ഭൂമിയിൽ വെച്ച് പണം കൊണ്ട് നീ സ്നേഹിതരെ ഉണ്ടാക്കിയാൽ സുവിശേഷ വേലയ്ക്കായി, കർത്താവിന്റെ ദാസന്മാരെ സഹായിക്കുവാനായി നിന്റെ പണം നീ ചെലവഴിച്ചാൽ, നീ അവിടെ ചെല്ലുമ്പോ നിനക്ക് സ്നേഹിതരുണ്ടാകും. നിന്റെ വെൽക്കമിങ് കമ്മിറ്റിയിൽ അവർ കാണും. ഒറീസയിലും ഛത്തീസ്ഗഡിലും ആസാമിലും അവിടെയൊക്കെ ട്രൈബൽസിന്റെ ഇടയിലുള്ള വേലയ്ക്ക് നമ്മൾ പണം കൊടുത്തുകയാണ്. ആ വേല, ആ പണം കൊണ്ടാണ് അവർ രക്ഷിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ, ആ പണം ഉപയോഗിച്ച് വണ്ടി മേടിച്ച ദൈവദാസന്മാർ പോയി പ്രസംഗിച്ച് ആ പണം കൊണ്ട് ട്രാക്റ്റും ബൈബിളും അടിച്ച പുസ്തകം കൊണ്ട് രക്ഷിക്കപ്പെട്ട ആദിവാസികൾ സ്വർഗത്തിൽ കാണും. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവർ പറയും, താങ്ക് യു സർ, നിന്റെ കാശാണ് എന്നെ ഇവിടെ ആക്കിയത്. നീ അത് കാശ് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഉപദേശിച്ച് വണ്ടി മേടിച്ചു വരാൻ പറ്റിയത്? പ്രിയപ്പെട്ടവരെ, നിത്യതയിൽ നമുക്ക് വളരെ പ്രതിഫലം കാണും. പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് ആദരവോടുകൂടിയുള്ള പ്രവേശനം എന്നുള്ളതിനെ കുറിച്ച് ഞാനിവിടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നാം പ്രവേശിക്കുമെന്ന് മാത്രമല്ല, ആദരവോടുകൂടിയ പ്രവേശനം നമുക്ക് സാധിക്കും. 2 കാര്യം കൂടി പെട്ടെന്ന് പറഞ്ഞുകൊള്ളട്ടെ. അടുത്തതായിട്ട് അതിന്റെ 18-ാം വാക്യത്തിൽ, our support is considered as a sweet smelling aroma acceptable to God. 18-ാം വാക്യം, നമ്മുടെ സഹായം സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായിരിക്കും. നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത് എങ്ങനെയാണ് കൈക്കൊള്ളുന്നതെന്നറിയാമോ? സൗരഭ്യവാസനയായ സുഗ്രാഹ്യ യാഗമാണ്. ഈ പ്രയോഗം വേറൊരിടത്ത് പുതിയ നിയമത്തിലുണ്ട്, ഓർമ്മ വരുന്നുണ്ടോ? ഇതേ പ്രയോഗം എഫേസ്യ ലേഖനം 5-ാം അധ്യായം 2-ാം വാക്യം. അവിടെ ആരുടെ കാര്യം പറയുന്നത്? യേശുക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കാര്യം പറയുമ്പോൾ സൗരഭ്യവാസനയായ സുഗ്രാഹ്യമായ യാഗമായി കർത്താവ് തന്നെത്താൻ അർപ്പിച്ചു. കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന അതിനെക്കുറിച്ച് പറയുന്ന അതേ പ്രയോഗമാണ് പൗലോസ് ഇവിടെ, അത് പൗലോസ് തന്നെ എഴുതിയതാണ്. പൗലോസ് ഇവിടെ തനിക്ക് ഫിലിപ്പര് തന്ന സഹായത്തിന്റെ കാര്യം അക്നോളജ് ചെയ്യുമ്പോൾ പറയുന്നത്, ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി സൗരഭ്യവാസനയായി തീർന്നത് പോലെ നിങ്ങളുടെ ഈ സഹായം ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായ ഒന്നായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നാം കർത്താവിന് വേണ്ടി ചെയ്യുന്നത് ദൈവത്തിന് ഏറ്റവും പ്രസാദകരമാണ്.
അതൊരു യാഗമാണ്. യാഗം എന്ന് പറഞ്ഞാൽ ചെലവുള്ളതാണ് യാഗം. അതൊരു യാഗമാണ്. ആ നിലയിലാണ് ദൈവം അതിനെ സ്വീകരിക്കുന്നത്. ഒടുവിലായിട്ട് 7-ാമത്തെ കാര്യം 19-ാമത്തെ വാക്യത്തിലുണ്ട്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തത്. When we take care of God's things, God will take care of our things. നാം ദൈവത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ ദൈവം നമ്മുടെ കാര്യം നോക്കും. ഇതിൻ്റെ മുകളിലേക്കൊന്ന് കണ്ണോടിച്ചേ. അതിൻ്റെ 16-ാം വാക്യത്തിൽ നിങ്ങളുടെ സഹായം എൻ്റെ ബുദ്ധിമുട്ട് തീർത്തു. കണ്ടല്ലോ, എൻ്റെ ബുദ്ധിമുട്ട് തീർത്തു. ഇനി 19-ാം വാക്യത്തിൽ നിങ്ങളുടെ ബുദ്ധിമുട്ട് തീർക്കും. എൻ്റെ ബുദ്ധിമുട്ട് ഫിലിപ്പിയർ തീർത്തു. അപ്പൊ ഫിലിപ്പിയരുടെ ബുദ്ധിമുട്ട് ആര് തീർക്കും? അതല്ലേ നമ്മുടെ പ്രശ്നം അല്ലേ? ഞാൻ ആ സഹോദരന്റെ ബുദ്ധിമുട്ട് തീർത്തു. എൻ്റെ ആവശ്യം വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ പെണ്ണിനെ കെട്ടിക്കാൻ ഞാൻ എന്ത് ചെയ്യും? പുള്ളിയുടെ പെണ്ണിനെ കെട്ടിക്കാൻ ഞാൻ സഹായിച്ചു. എൻ്റെ പെണ്ണിനെ എങ്ങനെയും കെട്ടിക്കും അല്ലേ? പൗലോസ് പറയാണ്, നിങ്ങൾ എൻ്റെ ബുദ്ധിമുട്ട് തീർത്താൽ നിങ്ങളുടെ ബുദ്ധിമുട്ട് ആര് തീർക്കും? ഇവിടെ ഒരു വാക്ക് ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. ഇവിടെ മലയാളം വേദപുസ്തകത്തിൽ തൃപ്തനായിരിക്കുന്നു, ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. ഫിൽഡ് എന്നാണ് ആ വാക്ക്, അല്ലെങ്കിൽ ഫുൾ എന്നാണ് വാക്ക്, നിറഞ്ഞു എന്നാണ് ആ വാക്ക്. പിന്നെ ക്രിസ്തുവേശ, അടുത്ത വാക്യത്തിൽ ക്രിസ്തുവേശിൽ പൂർണ്ണമായി തീർത്തു തരും. അതും സെയിം വാക്ക് തന്നെയാണ്. അതായത് തൃപ്തനായിരിക്കുന്നു എന്ന് 18-ന്റെ ഒടുവിൽ പറഞ്ഞ വാക്കും 19-ൽ തീർത്തു തരുമെന്ന് പറഞ്ഞ 2 വാക്കും മൂലഭാഷയിൽ ഒരു വാക്ക് തന്നെയാണ്. അതിന്റെ അർത്ഥം ഫിൽഡ് എന്നാണ്. അവിടുത്തെ പ്രമാണം എന്താണെന്നറിയാമോ? When you fill my need, God will fill your need. എൻ്റെ ആവശ്യം നീ നിറവേറ്റുമ്പോൾ നിന്റെ ആവശ്യം ദൈവം നിറവേറ്റും. നാം പഠിച്ച കാര്യങ്ങളൊന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 1, 10-ാം വാക്യം, മറ്റുള്ളവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് നാം ചിന്താകുലമുള്ളവരായിരിക്കണം. 2, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ നാം കൂട്ടായ്മ കാണിക്കുമ്പോൾ അത് വലിയ ആശ്വാസവും സന്തോഷവും നൽകുന്ന കാര്യമാണ്. 3, സുവിശേഷ ഘോഷണത്തിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ പങ്കാളികളായി നാം തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നു. 4, നമുക്കെല്ലാവർക്കും ഏതെങ്കിലും അളവിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കാനുള്ള കഴിവുണ്ട്. ഫിലിപ്പിയർക്ക്, പട്ടിണിപ്പാവങ്ങളായി ഫിലിപ്പിയർക്ക് അതിന് കഴിവുണ്ടായിരുന്നെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കഴിവുണ്ട്. 5, നാം കൊടുക്കുന്നത് നിത്യഫലം ഉളവാക്കാൻ കാരണമായി തീരും. 6, നാം കൊടുക്കുന്ന കൂട്ടായ്മ സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദകരമായി ദൈവം അംഗീകരിക്കും. 7, ദൈവത്തിൻ്റെ കാര്യം ഞാൻ നോക്കുമ്പോൾ എൻ്റെ കാര്യം ദൈവം നോക്കും. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് ഞാൻ തീർത്താൽ എൻ്റെ ബുദ്ധിമുട്ട് ദൈവം തീർക്കും. When I fill you, God will fill me. പൗലോസ് പറയുന്നതാണ്, നിങ്ങൾ എന്നെ നിറച്ചാൽ നിങ്ങളെ ദൈവം നിറയ്ക്കും. വരുന്ന ദിവസങ്ങളിൽ ദൈവവചനത്തിലെ ഈ പാഠങ്ങൾ ഉൾക്കൊണ്ട് അതിന് കീഴ്പ്പെട്ട് ദൈവാത്മാവ് നമുക്ക് തരുന്ന പ്രേരണ അനുസരിച്ച് കർത്താവിൻ്റെ വേലയിൽ ബുദ്ധിമുട്ടുന്നവരോടുള്ള ബന്ധത്തിൽ നമ്മുടെ മനോഭാവത്തിന് വളരെ വ്യത്യാസം, വളരെ മാറ്റമുണ്ടാകാൻ ദൈവം ഇടയാക്കട്ടെ. കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.